എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ, അതുകൊണ്ടാണ് കിരണിന്റെയും കല്യാണിയും വിശേഷം താമസിച്ചിരുന്നത്. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഷാരി നേരെ സരുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് സരുവിനോട് പറഞ്ഞു, മോളെ അങ്ങേര് വരുന്നുണ്ടെന്ന്. ആര്? നിന്റെ അച്ഛൻ വരുന്നുണ്ടെന്ന്. എന്ന് വരുന്നുണ്ടെന്ന്? വിഷുവിന്റെ അന്ന് രാത്രിക്ക് വരുന്ന. ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചങ്ങോട്ട് വെച്ചോളെന്ന് പറയാണ്. വിഷുവിന്റെ അന്ന് രാത്രിക്കോ? അതെ. ഇത് കേട്ടത് സരി പറഞ്ഞു, ആ അമ്മേ, എനിക്ക് അച്ഛനെ കാണാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ടെന്ന് പറയാണ്. കൊതിയാവുന്നുണ്ടെന്ന്? അതെ. എത്ര ദിവസമായി അച്ഛനെ കണ്ടിട്ട്. അച്ഛനെതിരായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ടില്ല, ആദ്യമായിട്ടല്ലേ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കിരണിനെ ആ പരുവാക്കിയിട്ട് അച്ഛനല്ലേ. അന്ന് മുതൽ എനിക്ക് അച്ഛനെ കാണുന്നു ഭയങ്കര ആഗ്രഹമുണ്ട്. എന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ ഇതൊക്കെ ചെയ്തേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അച്ഛനെ കാണണം. അത് മാത്രമല്ല, വിഷു അല്ലേ വരുന്നേ. ഇതുവരെയായിട്ട് ഒരു വിഷുവിന് പോലും കൈനീട്ടം തരായിരുന്നിട്ടില്ല അച്ഛന്. അങ്ങനെയാണ് വിഷു കഴിഞ്ഞിട്ടാണല്ലോ അന്നത്തെ ദിവസം എനിക്ക് അച്ഛൻ കൈനീട്ടം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പറയണം. കേട്ടപ്പോൾ ഷാരി പറഞ്ഞു, മോളെ സന്തോഷിക്കാൻ വരട്ടെ. ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങാനും ചന്ദ്രസേനും കൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യങ്ങൾ തീർന്ന് പറയണം. നിന്റെ അച്ഛനെ അവര് കൊന്നു വെക്കൂന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സാരിയെ പറഞ്ഞു, ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. വിഷുവിന്റെ അന്ന് രാത്രിയിലല്ലേ വരുന്നേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അന്നത്തെ ദിവസം അച്ഛൻ വരുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ മുറി ചെന്ന് മുറിയിലേക്ക് എല്ലാം സമയത്ത് മനോഹർ എന്ത് ചെയ്യണം, മുറിക്കകത്ത് വന്ദനയുടെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഓ, എന്ത് സൗന്ദര്യം ഇവളെ കാണാനായിട്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥവ് തുറക്കുന്ന സൗണ്ട് കേട്ടെ പെട്ടെന്ന് ആ ഫോട്ടോസ് അങ്ങോട്ട് മാറ്റുവാണ്. അങ്ങനെ സരി അകത്തേക്ക് കയറി വന്നു. പിന്നീട് മനോഹറിനോട് പറഞ്ഞു, മനുവേട്ട ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണ. സന്തോഷ വാർത്ത? അതെന്താ? അത് പിന്നെ അച്ഛൻ വരുന്നുണ്ട് വിഷുവിന്റെ അന്ന് രാത്രിയിൽ. വിഷുവിന്റെ അന്ന് രാത്രിയിലോ? അതെന്താ മോളൂ അങ്ങനെ? അത് പിന്നെ തലേദിവസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ശരിയാകത്തില്ല. കാരണം തലേദിവസം രാത്രി പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് എല്ലാവരും കാണും. അങ്ങനെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവരൊക്കെ അറിയും. അപ്പം വിഷു കഴിഞ്ഞിട്ടുള്ള അന്നത്തെ രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല, ആർക്കും ഒരു സംശയം തോന്നത്തില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് അച്ഛനെ കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയല്ല അച്ഛൻ ആ കിരണെ തളർത്തി കിടത്തിയത്. അപ്പൊ എനിക്ക് അച്ഛനെ കാണുന്ന അതിയായ ആഗ്രഹമുണ്ട്. എന്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ അച്ഛൻ വരുക. അല്ലെങ്കിൽ വിഷു എന്നെ കാണാതിരിക്കാനായിട്ട് അച്ഛന് പറ്റില്ല എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് സരിയെ പറഞ്ഞിട്ട് സരിയെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം മനോഹർ പെട്ടെന്ന് കല്യാണിയെ വിളിക്കുകയാണ്. കല്യാണം നോക്കി മനോഹര, ഇവൻ എന്തിനാ പോലും വിളിക്കണേ? രണ്ടും കൽപ്പിച്ച് കോൾ എടുക്കണം. എന്താടാ എന്ന് ചോദിക്കണം. അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. എന്താ? നീ ഇനി ഏതെങ്കിലും പെണ്ണിനെ വീണ്ടും പോയി വഞ്ചിച്ചോന്ന് ചോദിക്കും. അതൊന്നും അല്ല. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം എന്ന് പറയണ. ഞങ്ങൾക്കോ? അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നോ അവിടെ നടക്കുന്നേ? അതുകൊണ്ടാന്ന് പറയണ. ബഗാസുണ്ടല്ലേ വിഷുവിന്റെ അന്ന് രാത്രി വരുവാന്ന് പറഞ്ഞു. വിഷുവിന്റെ അന്ന് രാത്രിയിലോ? അതെ, വിഷുവിന്റെ അന്ന് രാത്രിയില് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. അത് ഉപകാരപ്പെടും എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് മനോഹർ കോള് കെട്ടിയാണ്. കല്യാണി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് കിരണിന്റെ അടുത്തേക്ക് എല്ലുവാണ്. കിരണിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ബഗാസുരം വരുന്നുണ്ട് വിഷുവിന്റെ അന്ന് രാത്രിയില്. ഇതാരാ നിന്നോട് പറഞ്ഞേ? ഇപ്പൊ ആ മനോഹർ വിളിച്ചു പറഞ്ഞാന്ന് പറയണം. വിശ്വസിക്കാവോ? വിശ്വസിക്കാൻ പറ്റും. അവൻ വെറുതെ കൊള്ളവാക്ക് പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. കേട്ടൻ കിരൺ അങ്ങ് ചാടി എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. എന്ത്? എനിക്ക് അവനെ കൈകാര്യം ചെയ്യണമെന്ന് പറയണം. കൈകാര്യം ചെയ്യാനോ? ദേ കിരണേട്ട, കിരണേട്ട ഇങ്ങനെ എഴുന്നേറ്റ് അടക്കറക്കി ആയെന്ന് വെക്കും. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് ഞാൻ ആരോഗ്യവാനായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കിരണേട്ടൻ തന്നെ ചെന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലെന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ നേരിട്ട് ഞാൻ പോയി നിന്നു കൊടുക്കാൻ പോകുന്നില്ല. എന്റെ മുഖം കണ്ടാലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ലോ എന്ന് പറയാം. പിന്നീട് കല്യാണി പറഞ്ഞു, എത്രമാത്രം ഉപദ്രവിച്ചിരിക്കുന്നു. അങ്ങനെ വെറുതെ വിടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അച്ഛനോടും കൂടെ പറയാന്ന് പറയാം. വേണ്ട, അച്ഛനോട് തൽക്കാലം ഈ കാര്യങ്ങളൊന്നും പറയണ്ട. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നൊക്കെ കിരൺ പറയുവാണ്. ഈ സമയത്ത് ഭാനുമതിയമ്മ നടക്കുവാണ്. ഭാനുമതിയമ്മ നേരെ കല്യാണിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കാണ് വഴിക്ക് വെച്ച് വിക്രത്തിനെ കാണുന്നത്. വിക്രത്തിനെ കണ്ടത് ഭാനുമതിയമ്മ ഒരു നിമിഷം നിന്നു. എന്നിട്ട് പറഞ്ഞു, നീയോ ആരെ കാണില്ലെന്ന് കരുതി ഇറങ്ങിയോ? അവരെയാണല്ലോ കണി കണ്ടേന്നൊക്കെ വിക്രത്തിനോട് പറയാം. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? മുമ്പ് അങ്ങനെ ആയിരുന്നില്ലോ. എന്നും എന്നെ കണി കാണണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നേ. അത് മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലെന്ന് പറയാം. ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക. പറഞ്ഞറിയായിരിക്കും, നിന്റെ മൂത്ത ചേച്ചിയുടെ കൊച്ചിനെ നൂലുകെട്ടി ചടങ്ങാ ഇന്ന്. അപ്പൊ അതിനു വേണ്ടി പോവാന്ന് പറയണം. ഓ, അപ്പൊ അത്രയുള്ള കാര്യങ്ങളൊക്കെ. അതേടാ, അത്രയൊക്കെ എത്തിയ കാര്യങ്ങളൊക്കെ. പിന്നെ വിഷു അല്ലേ വരാൻ പോന്നേ. വിഷുവിന് ആൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ എല്ലാ വിഷു പോലെയല്ലേ ഈ വിഷുവിന്. എല്ലാ വിഷുവിനും നിന്റെ തിരുമോന്ത കണ്ടല്ലേ ഞാൻ ഉണരാനുള്ള. ഈ തവണ ഞാൻ എന്റെ കല്യാണിമോളുടെ മുഖം അവിടെ കാണാൻ പോന്നേ. ഐശ്വര്യത്തിന് നിറകുടമായ അവളുടെ മുഖം കാണാൻ പോണെന്ന് പറയണം. കേട്ടൻ വിക്രമൻ, ഇതേ തള്ളേ, നീ കൂടുതലൊന്നും പറയണ്ടാ.
നീയും നിന്റെ അച്ഛനും ഒക്കെ അപശകനങ്ങളാ. നിങ്ങളുടെയൊക്കെ മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഗതി ഉണ്ടാവത്തില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ അമ്മൂമ്മയ്ക്ക് ഇപ്പം ഞങ്ങൾ അന്യരായല്ലേ നോക്കിയാണ്. അതേടാ, നീയൊക്കെ നല്ല വീണം ജീവിക്കുമായിരുന്നോ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എത്രമാത്രം ആ കല്യാണി മോളെയൊക്കെ ദ്രോഹിച്ചു. അവൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുക തന്നെ. ഇപ്പോഴെനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ ബോധ്യമായത്. നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന എന്താന്നൊക്കെ. നിനക്കൊക്കെ ഇനിയും മാറാൻ സമയമുണ്ടെന്ന് പറയാം. ഏ അച്ഛമ്മേ, വെറുതെ ഒന്ന് പറഞ്ഞാലുണ്ടല്ലോ. എന്ത് പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? ഉള്ള കാര്യം ഞാൻ ആളുടെ മുഖത്ത് നോക്കിയാണെല്ലാം പറയും. ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മേനെ ഞാൻ അത്ര ദ്രോഹിച്ചിട്ടുണ്ട്. പാവം, അന്ന് നിന്റെ അമ്മേനെ സോണിമോളെല്ലാം കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മേനെ നിർത്തിയിട്ട് പോയത് അവിടെ. അതുകൊണ്ട് എന്താ, കല്യാണിൻ്റെ അടുത്തുള്ള സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ നിന്റെ അമ്മ കഴിയുന്നു. പക്ഷെ നീ നിന്റെ അച്ഛനും നോക്കിയോ? എടാ, നന്മകൾ ചെയ്യണോടാ. എനിക്കിനി അധിക കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. അതിനുമുമ്പ് ചെയ്ത് തീർക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കണമെന്ന് പറയാം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, ദേ അമ്മൂമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്ടല്ലോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലെന്ന് പറയണം. നീ എന്ത് ദേഷ്യം പിടിക്കാനടാ? ഒന്നും പിടിക്കാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്കൊക്കെ നന്നാവാനായിട്ട് ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ വീണ്ടും വാശി ഇതും പിടിച്ച് നടക്കാനാണെങ്കിൽ ഒരിക്കലും നീയൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ലടാ. നീയൊക്കെ നശിച്ചു പോകത്തുള്ളൂ. എനിക്കറിയാം, നീയൊക്കെ കൂടി ആ കിരണിനെ അങ്ങനെ ആക്കി ഇട്ടേന്ന് പറയാം. പക്ഷെ ഒരു കാരണവശാലും നീയൊന്നും ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗ് നേർച്ചേർന്നിട്ടാണ് ഭാനുമതി അങ്ങോട്ട് പോകുന്നത്. ഭാനുമതി അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യമായിപ്പോയി വിക്രത്തിന്. ഈ തള്ളയുടെ ഒരു കാര്യം പറഞ്ഞാലോ, വന്ന് കേറിയേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കിരണും കല്യാണിയും കൂടെ സ്വർണ്ണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അത് കാദംബരിയുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള സ്വർണ്ണമാണ്. അങ്ങനെ സ്വർണ്ണമൊക്കെ നോക്കിയിട്ട് കല്യാണി പറഞ്ഞു, നല്ല പ്യൂർ സ്വർണ്ണമാണ്. അതിങ്ങനെ മൂർത്തിഷ്ടുള്ളൊരു സ്വർണ്ണമല്ലേ, സ്വർണം നല്ലതായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ആ കാര്യത്തിൽ പിന്നെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയണം. ഇതെല്ലാം നയനെ സെലക്ട് ചെയ്ത കാര്യങ്ങളാണെന്ന് പറയണം. അങ്ങനെ സ്വർണ്ണം എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, അല്ല കിരണേട്ടനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. പിന്നെ ഇഷ്ടപ്പെടാതെ, നല്ല സെലക്ഷൻ, എല്ലാം നല്ലതാണെന്നിങ്ങനെ പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, കാദംബരി ചേച്ചിക്കും രതീഷേനും എത്രയും പെട്ടെന്ന് ഒരു നല്ല വീട് വെച്ചു കൊടുക്കണം നമുക്ക്. അവരുടെ പഴയ വീടല്ലേ, അത് ശരിയാ. നമ്മൾ കുറെ വില്ലാസൊക്കെ പണിയുന്നുണ്ടല്ലോ, അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരെണ്ണം പണിയണം എന്നൊക്കെ പറയണം. കിരണേട്ടൻ ഒരു കാര്യം ചെയ്യാം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ പറയണേ. കിരൺ പറഞ്ഞു, ശരി ഞാൻ നോക്കാന്നൊക്കെ പറയണം. അപ്പോഴേക്കാണ് ഭാനുമതിയമ്മ അങ്ങോട്ട് കയറി വരുന്നത്. ഭാനുമതിയമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. രണ്ടുപേരും കൂടെ സെറ്റിയിൽ നിന്ന് സന്തോഷിച്ച് വർത്താനം പറയുന്നു. പെട്ടെന്ന് ഭാനുമതിയമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, നിനക്ക് സുഖമായെന്ന് ചോദിക്കുക. എന്തോ മറുപടി പറയാനും നടത്തില്ല. രണ്ടുപേർക്കും പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി. അല്ല മോൻ എഴുന്നേറ്റ് കിടക്കാറായോ? മോൻ തളർന്നു പോയെന്ന് പറഞ്ഞിട്ട് എന്താ ഏതാന്നൊക്കെ ചോദിക്കാണ്. അവസാനം കല്യാണി പറഞ്ഞു, അതെ അമ്മൂമ്മേ, കിരണായിട്ട് എഴുന്നേറ്റായിരുന്നു. പക്ഷേങ്കിലും ഞങ്ങളുടെ ഡ്രാമ കളിച്ച കിരണായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഇപ്പോഴും ഗുണ്ടകൾ പുറത്തുണ്ടല്ലോ. അപ്പൊ അവന്മാരൊന്ന് ഒതുക്കി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാ. പക്ഷേങ്കില് അമ്മൂമ്മ അന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറയണ. അപ്പൊ മോൾ എന്താ പറഞ്ഞു വരുന്നേക്കും. ഇപ്പൊ കിരണേട്ടിന് ഒരു കുഴപ്പമില്ല. കിരണായിട്ട് എഴുന്നേറ്റ് കിടക്കാം, ഓർമ്മശക്തി എല്ലാം ഉണ്ടെന്ന് പറയാം. അപ്പൊ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോഴോ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അമ്മൂമ്മയോട് പറയാതിരുന്നാന്ന് പറയണ. ഇത് കേട്ടും ഭാനുമതി അമ്മയ്ക്ക് സന്തോഷമായി. കിരണിന്റെ അടുത്തേക്ക് എന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ഒന്നും സംഭവിക്കില്ലെന്ന്. ഞാൻ എത്ര അടുത്ത് നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാവോ? ഉറപ്പായിട്ട് മോൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം. പിന്നീട് കല്യാണം പറഞ്ഞ് ആരോടും പറയില്ല കേട്ടോ എന്ന് പറയാ. ഞാൻ ആരോട് പറയാനാ, ഞാൻ ആരോടും പറയത്തില്ല. അല്ലെങ്കിലും മോനെ കൊല്ലാനായിട്ട് നടക്കുന്നതല്ലേ പുറത്തുള്ളേ. അപ്പൊ ഞാൻ ഈ രഹസ്യം ആരോടെങ്കിലും പറയുമോ എന്ന് ചോദിക്കുക. പിന്നീട് ഭാനുമതിയമ്മ പറഞ്ഞു, അല്ല മോള് വരുന്നില്ലേന്ന് ചോദിക്കാൻ അങ്ങോട്ട്. ബാ നമുക്ക് രണ്ടുപേർക്കും പോവാം. കിരണേട്ട് എന്താളും വരുന്നില്ല എന്ന് പറയണേ. എന്നിട്ട് പിന്നീട് പറഞ്ഞു, ഇതേ ഈ സ്വർണം നോക്കിയേ, അത് മോന് കൊടുക്കാനുള്ളതെന്ന് പറയണം. അങ്ങനെ ഭാനുമതിയമ്മ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നൊക്കെ പറയണം. എന്നാൽ ശരി, ഞാൻ ഇപ്പം തന്നെ റെഡിയായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇവിടെ നിൽക്കുവാണ്. അങ്ങനെ ഭാനുമതിയമ്മ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, പാവം അമ്മൂമ്മ, അമ്മൂമ്മയ്ക്ക് ഒന്നെങ്കിൽ കാദംബരി ചേച്ചിയുടെ അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാറുന്നല്ലേന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ പക്ഷെ സമ്മതിക്കുന്നില്ല. കാദംബരി ചേച്ചിയുടെ അടുത്ത് കൊച്ചിനെ നോക്കാനായാലും വേണ്ടേ. പക്ഷേ എങ്കിൽ അമ്മൂമ്മ നിൽക്കില്ല എന്നാ പറയണേ. ഇത് കേട്ടാൻ കിരൺ പറഞ്ഞു, ചിലപ്പം മനസ്സിലെ പശ്ചാത്തലം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയണേ. ഇനിയിപ്പോൾ ഒരു വയ്യായിക വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ നോക്കണ്ട കല്യാണം ചോദിക്കാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല കിരണേട്ടാ, ഞാൻ നല്ല പൊന്നുപോലെ നോക്കിക്കോളാം. കാരണം ഇപ്പം അമ്മൂമ്മനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. അങ്ങനെ കല്യാണി എന്ത് ചെയ്യാണ്, പോവാൻ റെഡിയാവാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷനോട് കൂട്ടി വിക്രം അങ്ങോട്ട് വന്ന് കയറുവാണ് വീട്ടിലേക്ക്. അപ്പോഴേക്കും രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റിയടാ? അവളുണ്ടല്ലോ, ആ കല്യാണി കാരണം എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയണ. കല്യാണി കാരണം സമാധാനം ഇല്ലേ? ഇപ്പൊ ഞാൻ പുറത്തു പോയ സമയത്ത് അമ്മൂമ്മനെ കണ്ടു. അമ്മ പറഞ്ഞെന്താണെന്നറിയോ, ഈ വിഷുവിന് അവളെ കണി കാണാൻ പോകുന്നതെന്ന്. ആ കല്യാണിയെ ഇതിൽ പല ഒരു നാണക്കേട് എനിക്ക് വേറെ ഇല്ലാന്ന് പറയണം. ഇത്രയും കാലം അമ്മൂമ്മയ്ക്ക് ഞങ്ങളെന്ന് വെച്ചാൽ ജീവനായിരുന്നു, ഞാനും അച്ഛനെന്ന് പറഞ്ഞാല്. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് ഞങ്ങൾ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു, ഇതാണ് നിന്റെ വലിയ കാര്യം എന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ എങ്ങനെയെങ്കിലും അവരെ തകർക്കണം, എന്തെങ്കിലും മാത്രം എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ എന്ന് പറയാം.
രാഹുലോട് നീ എൻ്റെ കാര്യമൊന്നും ഓർത്ത് വയ്ക്കേ, ഇതുവരെയായിട്ട് ഒരു വിഷുവിന് പോലും പോകാതെ ഇരിക്കുന്നതല്ല ഞാൻ. പക്ഷെ ആദ്യമായിട്ടാന്ന് പറയണേ, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ചെന്നിട്ട് വാ, ഇപ്പൊ ആരെന്ത് ചെയ്യാനാന്ന് ചോദിക്കും. എന്നാലും പകല് പോകാൻ ഒരു പേടിയടാ, രാത്രി പോകാൻ ചന്ദ്രസേന്റെ ഗുണ്ടകൾ ഇങ്ങനെ റോന്തു വിറ്റ് നടക്കുമല്ലേ, രാത്രി പോകുന്നതായിരിക്കും ബുദ്ധി എന്നൊക്കെ രാഹുൽ പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കണം, എന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല. ഇപ്പം ഗംഗായിട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.